Welcome. Some basic concepts of chemistry. Section 5. Stoichiometry. Question നോക്കാം. Write a note on stoichiometry. സ്റ്റോഷിയോമെട്രിയെ കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ്. എന്താണ് സ്റ്റോഷിയോമെട്രി എന്ന് നോക്കാം. ആദ്യം ഡെഫിനേഷൻ പറയാം, അതിനുശേഷം വിശദീകരിക്കാം. സ്റ്റോഷിയോമെട്രി ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ number of moles of reactants and products in a chemical reaction. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയാക്റ്റൻസ് പ്രൊഡക്ട്സ് ആയി മാറും. റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും നമ്പർ ഓഫ് മോളുകൾ തമ്മിൽ ബന്ധമുണ്ട്. ഈ ബന്ധത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റോഷിയോമെട്രി. ഇത്ര മോൾ റിയാക്റ്റൻ്റ് എടുത്താൽ ഇത്ര മോൾ പ്രൊഡക്റ്റ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ആ ബന്ധമാണ് സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോൾ മാസുമായും വോള്യവുമായും എണ്ണവുമായും ബന്ധമുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഡെഫിനേഷൻ ഒന്നുകൂടെ പറയാം. സ്റ്റോഷിയോമെട്രി ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ? മാസ്, വോള്യം ആൻഡ് നമ്പർ. ആരുടെ? ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും മാസുകൾ തമ്മിലും വോള്യങ്ങൾ തമ്മിലും എണ്ണങ്ങൾ തമ്മിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇവർ തമ്മിൽ ബന്ധമുണ്ട്. ഈ ബന്ധത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റോഷിയോമെട്രി. അപ്പോൾ ഈ ഡെഫിനേഷൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കും. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് നടത്തണമെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വേണം. ഫോർ സ്റ്റോഷിയോമെട്രിക് calculations, balanced chemical equation is needed. Balanced chemical equation പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ സ്വയം ഉണ്ടാക്കി എഴുതാം. ഇപ്പം ജലത്തിൻ്റെ രൂപീകരണം എന്നാണ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? 2H2 + O2 gives 2H2O. എന്നാലേ നമുക്ക് സ്റ്റോഷിയോമെട്രി കണ്ടെത്താൻ പറ്റും. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയാൽ മാത്രമേ ഈ ബന്ധങ്ങൾ നമുക്ക് കൃത്യമായി കണ്ടെത്താൻ പറ്റും. നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. നോക്കൂ, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കമ്പഷൻ ഓഫ് മീഥെയിൻ. മീഥെയിനെ കത്തിക്കുകയാണ്. കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായി കൂട്ടിച്ചേർക്കുന്നു. ഇക്വേഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സ്വയം എഴുതണം. ഇവിടെ തന്നിട്ടുണ്ട് CH4. ഈ G എന്ന് കാണിച്ചിരിക്കുന്നത് ഗ്യാസ് എന്ന് കാണിക്കാനാണ്. ഓക്കെ, CH4 + 2O2. കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? CO2 + 2H2O. ബാലൻസ്ഡ് ആണ്. വേണമെങ്കിൽ തെളിയിക്കാം. ഒരു കാർബൺ ഇവിടെ, ഇവിടെയും ഒരു കാർബൺ, 4 ഹൈഡ്രജൻ. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ 4 ഹൈഡ്രജൻ. ഇവിടെ നോക്കൂ, 2 × 2 4. പ്രൊഡക്റ്റിൻ്റെ സൈഡിലും 4 ഹൈഡ്രജനാണ്. ഓക്സിജൻ 2 × 2 4. പ്രൊഡക്റ്റ് സൈഡിൽ നോക്കൂ, 2, പിന്നെ ഇവിടെയും 2 4. അപ്പോൾ റിയാക്റ്റൻസിലെ ആറ്റങ്ങളുടെ എണ്ണവും പ്രൊഡക്ട്സിലെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാണ്. അതുകൊണ്ട് ഇതെന്താണ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. സമീകരിച്ച രാസസമവാക്യം എന്നാണ് മലയാളം. ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ ഓരോന്നായിട്ട് പറയാം. ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാം. കുറച്ചെണ്ണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 1 മോൾ മീഥെയിൻ ഉണ്ടോ? CH4 1 എന്ന് പറഞ്ഞാൽ 1 മോൾ മീഥെയിൻ 2 മോൾ O2വുമായി പ്രവർത്തിച്ചു. എന്നിട്ട് എന്താണ് കിട്ടിയത്? 1 മോൾ CO2
2 മോൾ H2. ഇപ്പം റിയാക്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾ നിന്ന് മനസ്സിലാക്കാം, പ്രൊഡക്ട്സിലെ നമ്പർ ഓഫ് മോൾസും മനസ്സിലാക്കാം. ഇനി കുറേ കണക്ഷൻസ് പറയുകയാണ്. എളുപ്പത്തിന് കുറച്ചെണ്ണമേ പറയുന്നുള്ളൂ, നോക്കിക്കോളൂ. 1 മോൾ മീഥേനെ കത്തിച്ചാൽ എത്ര മോൾ ജലം കിട്ടും? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇത് വളരെ ഈസിയായി കണ്ടെത്താം. 1 മോൾ മീഥേനിൽ നിന്ന് നോക്കൂ 2 മോൾ വാട്ടർ കിട്ടി. 1 മോൾ മീഥേനെ കത്തിച്ചാൽ 2 മോൾ വാട്ടർ കിട്ടും. ഉണ്ടോ? റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും മോളുകൾ തമ്മിൽ ബന്ധപ്പെടുത്തി. ഇതാണ് സ്റ്റോഷിയോമെട്രി. ഈ ബന്ധത്തെയാണ് സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. ചോദ്യം മാറ്റുകയാണ്. 1 മോൾ മീഥേനിൽ നിന്ന് 1 മോൾ മീഥേനിൽ നിന്ന് എത്ര ഗ്രാം ജലം കിട്ടും? 2 മോൾ ജലമാണ്. അപ്പം മോൾ എന്നുള്ളതിനെ നമ്മൾ അല്ലേ മാസമായി ബന്ധപ്പെടുത്തണം. 1 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ 18 ഗ്രാമാണ്. അപ്പം 2 മോൾ വാട്ടർ കിട്ടി എന്ന് പറഞ്ഞാൽ 2 × 18 ഗ്രാം. അപ്പോൾ 1 മോൾ മീഥേനെ കത്തിച്ചാൽ 2 × 18 ഗ്രാം, അതായത് 36 ഗ്രാം ജലം കിട്ടി. കണ്ടോ റിലേഷൻഷിപ്പായി? 1 മോൾ മീഥേൻ എന്ന് പറഞ്ഞാൽ 16 ഗ്രാമാണ്. അപ്പോൾ പറയാലോ 16 ഗ്രാം മീഥേനെ കത്തിച്ചാൽ 2 മോൾ ജലം കിട്ടി, അതായത് 36 ഗ്രാം ജലം കിട്ടി. മാസുകൾ തമ്മിലുള്ള കണക്ഷൻ. ഇനി വോള്യൂമായിട്ട് കണക്ട് ചെയ്യാം. 1 മോൾ മീഥേനെ കത്തിച്ചാൽ കിട്ടുന്ന ജലത്തിൻ്റെ വോള്യം എത്ര? STP. ഉത്തരം പറയാം. 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്ററാണ്, 22.4 ലിറ്ററാണ് അറ്റ് STP. അപ്പം 2 മോൾ കിട്ടിയാൽ 2 × 22.4 ലിറ്റർ, അപ്പം 44.8 ലിറ്റർ അറ്റ് STP. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കാം. കാർബൺ ഡൈ ഓക്സൈഡുമായി കണക്ട് ചെയ്തിട്ടും ഉണ്ടാക്കാം. ഒരു ചോദ്യം കൂടി. 1 മോൾ മീഥേനെ കത്തിച്ചാൽ എത്ര ജലതന്മാത്രകൾ കിട്ടും? എണ്ണവുമായിട്ടുള്ള കണക്ഷൻ. 2 മോൾ ജലതന്മാത്രകൾ, അതിനെ എണ്ണമാക്കാൻ എന്ത് ചെയ്യണം? 1 മോൾ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പറാണ്. അപ്പം 2 മോൾ എന്ന് പറഞ്ഞാൽ 2 × അവോഗാഡ്രോ നമ്പർ. 2നെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ ധാരാളം ബന്ധങ്ങൾ നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്നും കണ്ടെത്താം. ഈ ബന്ധത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റോഷിയോമെട്രി. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടിയാൽ ഏത് പ്രോബ്ലവും നമുക്ക് ചെയ്യാം. ഇനി ഈ പ്രോബ്ലങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഐഡിയ മനസ്സിലാക്കിയാൽ എല്ലാ ഉത്തരങ്ങളും പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇനി ഇതേ കാര്യങ്ങൾ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കുറച്ചെണ്ണം നിങ്ങൾക്ക് വായിച്ചു നോക്കാം. 1 മോൾ മീഥേനും 2 മോൾ ഓക്സിജനും പ്രവർത്തിച്ച് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, 2 മോൾ വാട്ടറും കിട്ടും. ഇനി മോളിക്യൂൾ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിലോ 1 മോളിക്യൂൾ മീഥേൻ, 2 മോളിക്യൂൾ ഓക്സിജൻ കിട്ടുന്നതോ 1 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ്, 2 മോളിക്യൂൾ വാട്ടർ. ഇനി വോള്യത്തിൻ്റെ രീതിയിൽ പറഞ്ഞാലോ 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്ററാണ് അറ്റ് STP. ഓക്കെ, 22.4 ലിറ്റർ മീഥേൻ. ഓക്സിജൻ 2 മോളാണ്, അപ്പോൾ 44.8 ലിറ്റർ, 22.4 × 2 അല്ലേ, 44.8 ലിറ്റർ ഓക്സിജൻ. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അപ്പോൾ 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ 2 മോൾ വാട്ടറാണ്, അപ്പോൾ 44.8 ലിറ്റർ വാട്ടർ. ഉണ്ടോ? റിയാക്റ്റൻസും പ്രൊഡക്ട്സും അതിൻ്റെ വോള്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എണ്ണം പോലെ പറഞ്ഞു, 1 മോളിക്യൂൾ, 2 മോളിക്യൂൾ. ഇവിടെ മോളായിട്ട് പറഞ്ഞു. 1 മോൾ മീഥേൻ എന്ന് പറഞ്ഞാൽ 16 ഗ്രാമാണ്, 16 ഗ്രാം മീഥേനാണ്. 2 മോൾ O2 എന്ന് പറഞ്ഞാൽ 2 × 32 ഗ്രാം, കാരണം 1 മോൾ O2 32 ഗ്രാമാണ്. 2 × 32 ഗ്രാം
കിട്ടുന്നത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. 1 മോൾ എന്ന് പറഞ്ഞാൽ മോളാർ മാസിന് തുല്യമാണ്. ജലത്തിൻ്റെ ഭാരം 2x18, അതായത് 36 ഗ്രാം. അപ്പോൾ ചോദ്യത്തിനനുസരിച്ച് ധാരാളം കണക്ഷൻസ് നമുക്ക് ഇതിന്ന് കണ്ടെത്താം. ഇതാണ് സ്റ്റോയിഷ്യോമെട്രി. പല പ്രോബ്ലങ്ങളിലും പല രീതികളിലുമായിരിക്കും. അപ്പോൾ ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ബന്ധങ്ങൾ കണ്ടെത്താം. ഇത് പ്രോബ്ലമായിട്ട് വരും. തരുന്ന ഇക്വേഷൻസിനനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ. പ്രോബ്ലംസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നോക്കാം. ഈ ഐഡിയ നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചതാണ്, മോളിനെ എണ്ണവുമായി കണക്ട് ചെയ്യുക. ഇതാ നോക്കൂ, മോളിനെ എണ്ണവുമായി കണക്ട് ചെയ്യുക. 1 മോൾ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പറാണ്. മോളിനെ വോളിയവുമായി കണക്ട് ചെയ്യാം. 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്ററാണ്. അറ്റ് എസ് ടി പി അറ്റെന്ന് കൂടെ എഴുതാം. അറ്റ് എസ് ടി പി. ഇതിനെ മോളാർ വോള്യം എന്നാണ് വിളിക്കുക. 22.4 ലിറ്ററിനെ മോളാർ വോള്യം എന്നാണ് വിളിക്കുന്നത്. 1 mole is equal to molar mass in the case of molecule. മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂളിൻ്റെ മാസ്, മോളാർ മാസ് എടുത്താൽ 1 മോളാണ്. ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ് എത്രയാണോ അതാണ് 1 മോൾ എന്നുള്ളത്. അപ്പം മോളിനെ എണ്ണവുമായിട്ടും വോള്യവുമായിട്ടും മാസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം. അപ്പം റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും മാസുകൾ തമ്മിലോ എണ്ണങ്ങൾ തമ്മിലോ വോള്യങ്ങൾ തമ്മിലോ ഉള്ള കണക്ഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോയിഷ്യോമെട്രി. ഇനി കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇനി മറ്റൊരു ചെറിയ ടോപ്പിക്കിലേക്ക് പോവാം. ലിമിറ്റിംഗ് റിയേജന്റ് ആൻഡ് എക്സസ് റിയേജന്റ്. ചോദ്യം നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലിമിറ്റിംഗ് റിയേജന്റ് ആൻഡ് എക്സസ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റും എക്സസ് റിയേജന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നോക്കാം. ദ റിയേജന്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ഇൻ എ റിയാക്ഷൻ ഈസ് നോൺ ആസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്. ഒരു രാസപ്രവർത്തനത്തിൽ മുഴുവനായിട്ടും ഉപയോഗിക്കപ്പെടുന്ന റിയേജൻ്റാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ബാക്കി കിടക്കുന്ന റിയേജന്റിനെ വിളിക്കുന്ന പേരാണ് എക്സസ് റിയേജന്റ്. ദ റിയേജന്റ് വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ഇൻ എ റിയാക്ഷൻ ഈസ് നോൺ ആസ് എക്സസ് റിയേജന്റ്. ഒരു രാസപ്രവർത്തനത്തിൽ മുഴുവനും ഉപയോഗിക്കാതെ വരുന്ന റിയേജന്റിനെ വിളിക്കുന്ന പേരാണ് എക്സസ് റിയേജന്റ്. അപ്പം മുഴുവനായിട്ടും ഉപയോഗിക്കപ്പെടുന്ന റിയേജന്റാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ബാക്കി കിടക്കുന്ന റിയേജന്റാണ് എക്സസ് റിയേജന്റ്. ഡെഫിനേഷൻ പഠിക്കണം. ദ റിയേജന്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ഇൻ എ റിയാക്ഷൻ ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് റിയേജന്റ്. ദ റിയേജന്റ് വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ഇൻ എ റിയാക്ഷൻ ഈസ് നോൺ ആസ് എക്സസ് റിയേജന്റ്. ഒരു പോയിന്റ് ഒന്ന് നോക്കാം. പ്രൊഡക്റ്റിൻ്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത് ലിമിറ്റിംഗ് റിയേജൻ്റാണ്. ഒരു റിയാക്ഷനിലെ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത് ലിമിറ്റിംഗ് റിയേജൻ്റാണ്. മാക്സിമം കിട്ടാവുന്ന പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ എമൗണ്ട് ആയിരിക്കും. ഒരു റിയാക്ഷനിൽ മാക്സിമം കിട്ടാവുന്ന പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണോ അതിനോട് തുല്യമായിരിക്കും. അതിനേക്കാൾ ഒരിക്കലും കൂടില്ല. ഇപ്പം ലിമിറ്റിംഗ് റിയേജൻറ്റ് 2 മോൾ ആണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് ഒരിക്കലും 2നേക്കാൾ കൂടില്ല. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത് ലിമിറ്റിംഗ് റിയേജൻ്റാണ്. ആ പോയിന്റ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഒന്നുകൂടെ വിശദീകരിക്കാം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇതിന് നിർബന്ധമാണ്. ലിമിറ്റിംഗ് റിയേജൻറ്റും എക്സസ് റിയേജൻറ്റും കണ്ടെത്താൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വേണം, നിർബന്ധമാണ്. നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ, ജലം ഉണ്ടാകുന്ന പ്രവർത്തനം
2H2 plus O2 gives 2H2. ഇതിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം ഒന്ന് നോക്കാം. 2 മോൾ ഹൈഡ്രജനെ കൈകാര്യം ചെയ്യാൻ 1 മോൾ ഓക്സിജൻ വേണം. 2 മോൾ ഹൈഡ്രജനുമായി പ്രവർത്തിക്കാൻ 1 മോൾ ഓക്സിജൻ വേണം. ഹൈഡ്രജൻ എത്രയാണോ അതിൻ്റെ പകുതി മാത്രമേ ഓക്സിജൻ ആവശ്യമുള്ളൂ. ഇത് 2 മോളാണെങ്കിൽ ഇത് 1 മോൾ മാത്രമേ ആവശ്യമുള്ളൂ. ഒരു സ്റ്റുഡൻറ്റ് പരീക്ഷണം ചെയ്തപ്പോൾ 2 മോൾ ഓക്സിജനും എടുത്തു, 2 മോൾ ഹൈഡ്രജനും എടുത്തു. ഇതും 2 മോൾ എടുത്തു, ഇതും 2 മോൾ എടുത്തു. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം. 2 മോൾ ഹൈഡ്രജൻ മുഴുവനായിട്ടും പ്രവർത്തിക്കും. കാരണം 2 മോൾ ഹൈഡ്രജൻ പ്രവർത്തിക്കണമെങ്കിൽ 1 മോൾ ഓക്സിജൻ മതി. നമ്മൾ 2 മോൾ ഓക്സിജൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മോൾ ഹൈഡ്രജനുമായി പ്രവർത്തിക്കാൻ 1 മോൾ ഓക്സിജൻ മതി. നമ്മൾ 2 മോൾ ഓക്സിജൻ എടുത്തത് കൊണ്ട് 1 മോൾ ഓക്സിജൻ ബാക്കിയാവും. ബാക്കി വരുന്ന റിയേജൻറ്റ് ഓക്സിജനാണ് ഇവിടെ. അതുകൊണ്ട് എന്ത് പറയാം? എക്സസ് റിയേജൻറ്റ്. മുഴുവനായിട്ടും ഉപയോഗിക്കപ്പെടുന്ന റിയേജൻറ്റ് ഏതാണ്? ഹൈഡ്രജൻ. അതുകൊണ്ട് ഹൈഡ്രജനെ എന്ത് വിളിക്കാം? ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് വിളിക്കാം. ഒന്ന് വായിക്കാം. ഇഫ് വി ടേക്ക് 2 മോൾ ഓക്സിജൻ ആൻഡ് 2 മോൾ ഹൈഡ്രജൻ, കോമ അല്ലേ, ഓൺലി 1 മോൾ ഓക്സിജൻ വിൽ ബി യൂസ്ഡ്. 1 മോൾ ഓക്സിജനെ ഉപയോഗിക്കപ്പെടും. കാരണം 2 മോളിനെ കൈകാര്യം ചെയ്യാൻ 1 മോൾ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ 2 മോൾ എടുത്തിട്ടുണ്ട്. സോ 1 മോൾ വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. 1 മോൾ ബാക്കി കിടക്കും. അതുകൊണ്ട് ഓക്സിജൻ ഈസ് ദ എക്സസ് റിയേജൻറ്റ്. ഹൈഡ്രജൻ ഈസ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് ഇൻ ദ റിയാക്ഷൻ. സോ ഇറ്റ് ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വേണം, നിർബന്ധമാണ്. പ്രോബ്ലം ചെയ്യേണ്ട ഒരു രീതി ബുക്കുകളിലൊക്കെ വളരെ കൂടുതൽ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് പ്രോബ്ലത്തിൽ. പ്രോബ്ലം ചെയ്യാൻ ശരിക്കും 2 സ്റ്റെപ്പേ ആവശ്യമുള്ളൂ. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് വേണ്ടത്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വേണം. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ആവശ്യമുള്ള നമ്പർ ഓഫ് മോൾ. ആവശ്യമുള്ള നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് കിട്ടുക? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. 2 മോൾ ഹൈഡ്രജനെ കൈകാര്യം ചെയ്യാൻ 1 മോൾ ഓക്സിജൻ വേണം. അപ്പം ആവശ്യമുള്ളത് നമുക്ക് എവിടുന്ന് കിട്ടും? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിന്ന് കിട്ടും. അപ്പോൾ 2 മോൾ ഹൈഡ്രജനും 1 മോൾ ഓക്സിജനും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആവശ്യമുള്ള നമ്പർ ഓഫ് മോളുകൾ 2 മോൾ ഹൈഡ്രജനെ കൈകാര്യം ചെയ്യാൻ എന്ത് വേണം? 1 മോൾ ഓക്സിജൻ. ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നാണ് കിട്ടുക. ഈ ചുവപ്പ് മഷിയിൽ എഴുതിയിട്ടുള്ള ഈ സംഭവം. ഇനി തന്നിട്ടുള്ള നമ്പർ ഓഫ് മോളുകൾ നമ്മളിവിടെ എഴുതണം. പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. എന്താ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്? 2 മോൾ ഓക്സിജൻ ഉണ്ട്, ഇവിടെ എഴുതി. 2 മോൾ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ എഴുതി. ഇനി നമുക്ക് കമ്പയർ ചെയ്താൽ കാര്യങ്ങൾ എളുപ്പത്തിൽ കിട്ടും. 2 മോൾ ഹൈഡ്രജനെ അല്ലേ കൈകാര്യം ചെയ്യാൻ 1 മോൾ ഓക്സിജൻ മതി. തന്നിട്ടുള്ളതോ 2 മോൾ ഓക്സിജനാണ്. 2 മോൾ നമുക്ക് ആവശ്യമില്ല, 1 മോളേ ആവശ്യമുള്ളൂ. അപ്പോൾ 1 മോൾ ബാക്കി കിടക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കമ്പയർ ചെയ്താൽ ഉത്തരങ്ങൾ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ റിക്വയർഡ് നമ്പർ ഓഫ് മോൾ എഴുതണം, ഗിവൻ നമ്പർ ഓഫ് മോളും എഴുതണം. ഇത് കമ്പയർ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റും എക്സസ് റിയേജൻറ്റും കണ്ടുപിടിക്കാം. 2 മോളുമായിട്ട് പ്രവർത്തിക്കാൻ 1 മോൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ 2 മോൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് 1 മോൾ ബാക്കി കിടക്കും. അതുകൊണ്ടാണ് ഓക്സിജൻ എക്സസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞത്. ഹൈഡ്രജൻ മുഴുവനായിട്ടും പ്രവർത്തിച്ചു, അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുക? ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയാം. ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇനി പെട്ടെന്ന് ഓർക്കാൻ ഒരു സാധാരണ കാര്യം അല്ലേ, ചോറും കറിയും ഉണ്ട്. അതാണ് നമ്മുടെ റിയാക്ഷൻ. ചോറ് മുഴുവനായിട്ടുണ്ട്, കറി ബാക്കിയായി. ചോറാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. കറി ബാക്കി വന്നു, കറിയാണ് എക്സസ് റിയേജൻറ്റ്. ഇനി തിരിച്ചാണെങ്കിലോ, കറി മുഴുവൻ കഴിച്ചു, ചോറ് ബാക്കിയായി. അപ്പം ചോറാണ് എക്സസ് റിയേജൻറ്റ്, കറിയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പം അതുപോലെ നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റും എക്സസ് റിയേജൻറ്റും നോക്കണം. മുഴുവനായിട്ടും ഉപയോഗിക്കപ്പെടുന്ന റിയേജൻറ്റ് ലിമിറ്റിംഗ് റിയേജൻറ്റ്, ബാക്കി വരുന്ന റിയേജൻറ്റ് എക്സസ് റിയേജൻറ്റ്.
അത് കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വേണം. പിന്നെ ഈ താരതമ്യം നടത്തണം, കമ്പാരിസൺ. ആവശ്യമുള്ള നമ്പർ ഓഫ് മോളുകൾ ഇവിടെ എഴുതുക, തന്നിട്ടുള്ളത് ഇവിടെയും എഴുതുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റും എക്സസ് റിയേജൻറ്റും കണ്ടുപിടിക്കാം. പ്രോബ്ലത്തിൽ മോൾ ഡയറക്റ്റ് ആയിട്ട് തരില്ല. ചിലപ്പോൾ ഹൈഡ്രജൻ്റെ ഗ്രാം ആയിരിക്കും തരിക. 4 ഗ്രാം ഹൈഡ്രജൻ, 8 ഗ്രാം ഹൈഡ്രജൻ, 16 ഗ്രാം ഓക്സിജൻ എന്നൊക്കെ ആയിരിക്കും തരിക. അപ്പോൾ നമ്മൾ ഗ്രാമിനെ എന്ത് ചെയ്യണം? മോളാക്കി മാറ്റണം. നല്ല ട്രിക്ക് നമുക്കറിയാം. എന്താണ്? നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ പ്രോബ്ലത്തിൽ ചിലപ്പോൾ മാസ് ആയിരിക്കും തരിക. മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് മോൾ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ചെറിയ ട്വിസ്റ്റുകളൊക്കെ പ്രോബ്ലത്തിൽ തരാറുണ്ട്. അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റ്, എക്സസ് റിയേജൻ്റ്, ആ ടോപ്പിക്ക് തീർന്നു. ഇപ്പം നോട്ട്സൊക്കെ നന്നായിട്ട് എഴുതിയെടുക്കുക. സ്റ്റോഷിയോമെട്രി എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പ്രോബ്ലം പിന്നീട് ചെയ്യാം. ലിമിറ്റിംഗ് റിയേജൻ്റ്, എക്സസ് റിയേജൻ്റ് നോക്കി വയ്ക്കണം. പ്രോബ്ലം പിന്നീട് ചെയ്യാം. ഓക്കെ, ശരി.